അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. സ്വഹാബത്തും ഖുർആനും എന്ന് പറയുന്ന നമ്മുടെ എപ്പിസോഡിൽ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി മദീനയിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. മദീനയിൽ നിന്നൊരു നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വരുന്നുണ്ട്. അവർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാനും നിസ്കാരം പഠിപ്പിച്ചു തരാനും ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു തരാനൊക്കെ പറ്റിയ ഒരാളെ ഞങ്ങളിലേക്ക് നിയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനും ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിന് വേണ്ടി പറഞ്ഞയച്ചയാളാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടെ ചെന്ന് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലുള്ള ഓരോ വീടുകളും കയറി ഇറങ്ങി ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ധാരാളം ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് ത്വലഅൽ ബദ്റു പാടി സ്വീകരിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തകന്മാരെ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് അവിടുന്ന് തയ്യാറായത്. അവിടുത്തെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ സംഭവം നിങ്ങൾ ഓർമ്മപ്പെടുത്താം. അന്ന് മദീനയിൽ 2 കുടുംബങ്ങളുണ്ട്. അബ്ദുൽ അഷ്ഹൽ എന്നും ബനുൽ ലഫ്ർ എന്നുമാണ് ആ കുടുംബത്തിൻ്റെ പേര്. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആ കുടുംബത്തിലേക്ക് പ്രബോധനത്തിന് ഇറങ്ങുകയാണ്. മറ്റൊരു മുസ്ലിമായ അവിടുത്തെ സുഹൃത്ത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ടുണ്ട്. ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവും അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവും ബനുൽ ലഫ്ർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിൽ കയറുന്നുണ്ട്. അവരോടൊപ്പം ഇസ്ലാമിലേക്ക് വന്ന കുറേ മുസ്ലിങ്ങളുണ്ട്. അവരിങ്ങനെ ഇസ്ലാമിക വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ കുടുംബക്കാരുടെ നേതാവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സഅദ് ബിൻ മുആദ് എന്നവരും അതുപോലെ ഉസൈദ് ബിൻ ഹുളൈർ എന്നവരുമുണ്ട്. ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ എളാമയുടെ മകനാണ്. ഇവരൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അങ്ങനെ മുശ്രിക്കായിരിക്കുന്ന ആ സമയത്ത് ഈ പ്രബോധനം ഇങ്ങനെ കണ്ടപ്പോൾ ഈ നേതാക്കന്മാർ ഒരു പ്ലാനിങ് ഇടുകയാണ്. എന്താണത്? നമ്മുടെ കുടുംബക്കാരെയൊക്കെ പുതിയൊരു മതത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ 2 ആളുകളെ അവർ ശരിയല്ല, നമുക്കിവരെ ഒന്ന് തുരത്തി ഓടിക്കണം എന്ന രൂപത്തിലുള്ള ഒരു പ്ലാനിങ് ഇടുകയാണ്. അങ്ങനെ അവർ അതിന് മുതിരുന്ന സമയത്ത് അതിൽപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്അദ് ബിൻ സുറാറ എൻ്റെ കുടുംബമാണ്, അതുകൊണ്ട് ഞാൻ അതിന് ആദ്യം മുതിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസൈദ് ബിൻ ഹുളൈർ എന്നവർ ആദ്യമായിട്ട് ഇവരുടെ നേരേക്ക് ചെല്ലുകയാണ്. ഒരു ആയുധമെന്ന നിലയ്ക്ക് ഒരു വടി പിടിച്ചിട്ടുണ്ട്. ഉസൈദ് ബിൻ ഹുളൈർ എന്നവർ നേരെ ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെയും അരികിലേക്ക് ചെന്നു. കണ്ട ഉടനെ തന്നെ അസ്അദ് ബിൻ സുറാറ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ആ വരുന്നത് ഈ കുടുംബക്കാരുടെ ഒക്കെ നേതാവാണ്, അദ്ദേഹത്തോട് ഈ ഇസ്ലാമിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മുസ്അബ് തങ്ങൾ പറഞ്ഞു, ആദ്യം അദ്ദേഹത്തോടൊന്ന് ഇവിടെ ഇരിക്കാൻ പറയണം, കേൾക്കാൻ തയ്യാറാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കുമ്പോൾ അന്ന് അദ്ദേഹം അങ്ങനെ ചൂടാവുകയാണ്, വല്ലാതെ ചീത്ത പറയുകയാണ്. ഞങ്ങളുടെ കുടുംബക്കാരെയൊക്കെ എന്തൊക്കെയോ ഫിത്തിനയിലാക്കാൻ വേണ്ടി അവർക്ക് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ചീത്ത വിളിക്കുകയാണ്. ആ സമയത്ത് അസ്അദ് ബിൻ സുറാറ പറയുന്നുണ്ട്, നിങ്ങൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് ആദ്യം ഒന്ന് കേൾക്കും, എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയണം എന്ന് പറഞ്ഞപ്പോൾ ഉസൈദ് ബിൻ ഹുളൈർ പറയുകയാണ്, അത് ശരിയാണല്ലോ, എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കാം എന്ന രൂപത്തിലേക്ക് മാറി. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു കേൾക്കാൻ തയ്യാറായ ഉസൈദ് ബിൻ ഹുളൈർ എന്നിവരെ കണ്ടപ്പോൾ പിന്നീട് പറയുന്നുണ്ട്,
അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ഇസ്ലാമിക ഒരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞങ്ങൾ കണ്ടിരുന്നു. വല്ലാത്ത പ്രകാശം ഉണ്ടായിരുന്നു മുഖത്ത്. ഏതായാലും ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ഖുർആനിലെ സൂറത്തു സുഹ്റുഫിലെ ആദ്യത്തെ 5ഓളം വചനങ്ങൾ ഞങ്ങളിങ്ങനെ ഓതിക്കൊടുത്ത സമയത്ത് മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ തങ്ങൾ പറയുകയാണ്, എന്തൊരു കലിമത്താണിത്, ഞാനിതിനു മുമ്പ് ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഈ ഒരു വിശ്വാസത്തിലേക്ക്, ഈ ഒരു മതത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ആദ്യം കുളിച്ച് ശുദ്ധിയാകണം, നല്ല വസ്ത്രം ധരിക്കണം, ഷഹാദത്ത് കലിമ ചൊല്ലണം, എന്നിട്ട് നിസ്കരിക്കണം. അങ്ങനെ ചെയ്താൽ ഈ മതത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം എന്ന് പറഞ്ഞപ്പോൾ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആ രൂപത്തിലെല്ലാം ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ഉസൈദ് ബിൻ ഹുദൈർ തങ്ങൾ പറയുന്നുണ്ട്, എന്നെ പറഞ്ഞയച്ച എൻ്റെ പിറകിലുള്ള വേറൊരാളുണ്ട്, സഅദ് ബിൻ മുആദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എങ്ങാനും ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം മുഖേന അദ്ദേഹത്തിൻ്റെ ഈ കുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളുടെ മതത്തിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തെ ആരാണ് അദ്ദേഹം എന്ന് അന്വേഷിക്കുകയും സഅദ് ബിൻ മുആദാണെന്ന് പറയുകയും അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉസൈദ് ബിൻ ഹുദൈർ തങ്ങൾ നേരെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചീത്ത പറഞ്ഞു ആദ്യം, പക്ഷേ അവർ എന്നോടൊന്ന് കേൾക്കാൻ ആവശ്യപ്പെട്ടു. അവർ പറയുന്നത് ഞാൻ കേട്ടപ്പോൾ എനിക്കതിലൊരു ആശ്ചര്യം തോന്നി, എനിക്കത് അംഗീകരിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അവരോടൊപ്പം കൂടി മുസ്ലിമായിട്ടുണ്ട്. ഇനി നിങ്ങളും ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടു കൂടെ സഅദ് ബിൻ മുആദ് തങ്ങൾ നേരെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അസ്അദ് ബിൻ സുറാറ തങ്ങൾ നിങ്ങളൊന്ന് ഇരുന്ന് മുസ്അബ് ബിൻ ഉമൈറിനെ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കേൾക്കുകയാണ്. ആശ്ചര്യം തോന്നുകയാണ്. മഹാനായ മുസ്അബ് തങ്ങൾ സൂറത്ത് സുഹ്റുഫിൻ്റെ അതേ വചനങ്ങൾ തന്നെ മഹാനായ സഅദ് ബിൻ മുആദ് തങ്ങൾക്ക് മോദിക്കൊടുക്കുകയാണ്. അങ്ങനെ ആശ്ചര്യം തോന്നി മഹാനായ സഅദ് ബിൻ മുആദ് തങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമായതിനു ശേഷം അവിടുത്തെ കുടുംബത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. കുടുംബക്കാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, നിങ്ങളിൽ എനിക്ക് എത്ര സ്ഥാനമാണുള്ളത്, നിങ്ങളിൽ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു, സയ്യിദുന വ അഫ്ളലുന, നിങ്ങൾ ഞങ്ങളുടെ നേതാവല്ലേ, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ നിങ്ങളിൽ ഒരാൾ പോലും അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാതെ എന്നോട് ഇനി ഒരിക്കലും സംസാരിക്കരുത് എന്ന് പറയുകയാണ്. അങ്ങനെ അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ മുസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ ഒരു വലിയ മഹത്വമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ സ്വാധീനം ഇസ്ലാമിലേക്ക് മഹാൻ മുഖേനയാണ് ഈ പറയുന്ന നേതാക്കന്മാരും അവരുടെ കുടുംബങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അത്രയും പവറുള്ള പ്രബോധകരായിരുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനവറുകളുടെ ആ പ്രബോധനം മദീനയിൽ ഒന്നാകെ പരന്നു. അൻസാറുകളിലെ ഒരൊറ്റ വീടുകളിൽ പോലും മുസ്ലിങ്ങളില്ലാത്തത് ഉണ്ടായിട്ടില്ല. അത്രത്തോളം മുസ്ലിമീങ്ങൾ മദീനയിൽ വ്യാപകമായി. അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. മദീനയിൽ ആദ്യമായി ജുമഅക്ക് നേതൃത്വം കൊടുത്ത് നിസ്കരിച്ചത് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ ഉഹദ് യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. ഹിജറ 3-ാം വർഷം ഷവ്വാൽ മാസത്തിലാണല്ലോ ഉഹദ് യുദ്ധം നടന്നത്. അന്നത്തെ ഉഹദ് യുദ്ധത്തിലെ പതാഹവാഹകനായിരുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. വഫാത്താകുന്ന സമയത്ത് 40 വയസ്സായിരുന്നു മഹാനവറുകൾക്കുണ്ടായിരുന്നത്. മഹാനവറുകളെ കൊന്ന സമയത്ത് ശത്രുക്കളൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ റസൂലിനെ കൊന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ രൂപത്തിൽ നബി തങ്ങളെപ്പോലെ സൗന്ദര്യം ഉള്ളയാളായിരുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അത്രയ്ക്കും വലിയ മഹത്വത്തിനുടമയായിരുന്നു മഹാനവറുകൾ. മദീനയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറക്കരികിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.